ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് രക്തമാണ്. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശം. രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ശ്വാസകോശമാണ്. രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവം വൃക്ക. രക്തം അരിച്ച് ശുദ്ധീകരിക്കുന്ന അവയവമാണ് വൃക്ക. രക്തത്തിൽ കൂടുതലുള്ള ലോഹം ഉത്തരം പൊട്ടാസ്യം. രക്തത്തിൽ കൂടുതലുള്ള ലോഹമാണ് പൊട്ടാസ്യം. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഗ്ലൂക്കോസ്. കൃത്രിമ രക്തം എന്ന് പറയുന്നത് ഹീമോപ്ലൂവർ അതേപോലെ പോളിഹീം ആണ്. കൃത്രിമ രക്തമാണ് ഹീമോപ്ലൂവർ അതേപോലെ പോളിഹീം. രക്തം കട്ട പിടിക്കാൻ വേണ്ട സമയം 3 തൊട്ട് 6 മിനിറ്റ് ആണ്. രക്തം കട്ട പിടിക്കാൻ വേണ്ട സമയം 3 തൊട്ട് 6 മിനിറ്റ് വരെയാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശമാണ് പ്ലേറ്റ്ലെറ്റുകൾ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഉത്തരം രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതു ഉത്തരം കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ധാതുവാണ് കാൽസ്യം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഉത്തരം വൈറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഉത്തരം ത്രോംബോകൈനേസ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ത്രോംബോകൈനേസ്. അതേപോലെ രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന രാസവസ്തു ഉത്തരം ഹെപ്പാരിൻ. നോട്ട് ചെയ്യുക, രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്ന രാസവസ്തുവാണ് ഉത്തരം ഹെപ്പാരിൻ. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം ഉത്തരം സെറം. രക്തം കട്ട പിടിച്ച ശേഷം ഊറി വരുന്ന ദ്രാവകം ഉത്തരം സെറമാണ്. നെക്സ്റ്റ് വൺ, രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഉത്തരം അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്നത് ചേരാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. നെക്സ്റ്റ് വൺ, ഉയർന്ന രക്തസമ്മർദ്ദം ഹൈപ്പർ ടെൻഷൻ കാരണം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ ഉത്തരം ഹെമറേജ്. ഉയർന്ന രക്തസമ്മർദ്ദം കാരണം രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ്. ഉത്തരം ഹെമറേജ്. നെക്സ്റ്റ് വൺ, രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് ഉത്തരം കാൾ ലാൻഡ് സ്റ്റെയ്നർ. കാൾ ലാൻഡ് സ്റ്റെയ്നർ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത്. നെക്സ്റ്റ് വൺ, RH ഫാക്ടർ കണ്ടെത്തിയത് ആര്? ഉത്തരം കാൾ ലാൻഡ് സ്റ്റെയ്നർ തന്നെയാണ്. നെക്സ്റ്റ് വൺ, രക്തപര്യന വ്യവസ്ഥ രക്തചംക്രമണം കണ്ടെത്തിയത് ഉത്തരം വില്യം ഹാർവേ. രക്തപര്യന വ്യവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കണ്ടെത്തിയത് വില്യം ഹാർവേ ആണ്. നെക്സ്റ്റ് വൺ, രക്തനിവേശനം കണ്ടെത്തിയത് ഉത്തരം ജെയിംസ് ബ്ലണ്ടർ ആണ്. രക്തനിവേശനം കണ്ടെത്തിയത് ജെയിംസ് ബ്ലണ്ടർ ആണ്. നെക്സ്റ്റ് വൺ, രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. നോട്ട് ചെയ്യുക, രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. അതേപോലെ പ്ലാസ്മയിൽ ജലത്തിന്റെ അളവ് ഉത്തരം 91 തൊട്ട് 92% വരെയാണ് പ്ലാസ്മയിൽ ജലത്തിന്റെ അളവ്. നെക്സ്റ്റ് വൺ, ഒരു സമയം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് ഉത്തരം 300 മില്ലി ലിറ്റർ ആണ്. ഒരു സമയം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവ് 300 മില്ലി ലിറ്റർ ആണ്. നെക്സ്റ്റ് വൺ, രക്തദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം ഉത്തരം 18 വയസ്സ്. രക്തദാനം ചെയ്യുന്നതിന് പൂർത്തിയായിരിക്കേണ്ട പ്രായം ഉത്തരം 18 വയസ്സ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് 3 തൊട്ട് 4 മാസത്തിലൊരിക്കൽ രക്തദാനം ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ, സ്ത്രീകളിലെ ഹീമോഗ്ലോബിന്റെ അളവ് ഉത്തരം 13.5 മില്ലിഗ്രാം. സ്ത്രീകളിലെ ഹീമോഗ്ലോബിന്റെ Hbയുടെ അളവാണ് 13.5 മില്ലിഗ്രാം. പുരുഷന്മാരിലെ ഹീമോഗ്ലോബിന്റെ അളവ് 14.5 മില്ലിഗ്രാം ആണ്. നെക്സ്റ്റ് വൺ, രക്തം കട്ട പിടിക്കാൻ വേണ്ട സമയം 3 തൊട്ട് 6 മിനിറ്റ് വരെ. രക്തബാങ്കിൽ സൂക്ഷിക്കുന്ന താപനില ഉത്തരം 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് വൺ, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് 80 തൊട്ട് 120 mg വരെയാണ്.
രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്. രക്തസമ്മർദ്ദത്തിന്റെ അളവ് 80 തൊട്ട് 120 വരെയാണ്. ജീവന്റെ നദി, ദ്രാവക സംയോജന കല, കണക്റ്റീവ് ടിഷ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരം രക്തമാണ്. നെക്സ്റ്റ് വൺ, ദേശീയ രക്തദാന ദിനമായി അറിയപ്പെടുന്നത് ഒക്ടോബർ 1 ആണ്. ദേശീയ രക്തദാന ദിനം ഒക്ടോബർ 1 ആണ്. നെക്സ്റ്റ് വൺ, ലോക രക്തദാന ദിനം? ഉത്തരം ജൂൺ 14 ആണ്. ലോക രക്തദാന ദിനം ജൂൺ 14. രക്തത്തെക്കുറിച്ചുള്ള പേടി ഹീമറ്റോഫോബിയ. രക്തത്തെക്കുറിച്ചുള്ള പേടിയാണ് ഹീമറ്റോഫോബിയ. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയ? ഉത്തരം ഹീമോപോയിസിസ്. രക്തകോശങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഹീമോപോയിസിസ്. നെക്സ്റ്റ് വൺ, രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം? ഉത്തരം ഹീമോഗ്ലോബിനോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹീമോഗ്ലോബിനോമീറ്റർ. നെക്സ്റ്റ് വൺ, രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം? ഉത്തരം സ്ഫിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ അളക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേര് സ്ഫിഗ്മോ മാനോമീറ്റർ. അതേപോലെ രക്തത്തിലെ pH വാല്യൂ 7.4. രക്തത്തിലെ pH വാല്യൂ ആണ് 7.4. നെക്സ്റ്റ് വൺ, മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 തൊട്ട് 6 ലിറ്റർ വരെയാണ്. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 5 to 6 ലിറ്റർ വരെയാണ്. രക്തത്തിൽ ജലത്തിന്റെ അളവ് 80%. രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് 55%. നോട്ട് ചെയ്യുക, രക്തത്തിൽ ജലത്തിന്റെ അളവ് 80%, പ്ലാസ്മയുടെ അളവ് 55% ആണ്. രക്തത്തിൽ RH ഘടകം ഉണ്ടെങ്കിൽ പോസിറ്റീവും ഇല്ലെങ്കിൽ നെഗറ്റീവുമാണ്. രക്തത്തിൽ ഒരു പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതിന്റെ പേര് റീസസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു? ഉത്തരം കാൽസ്യം.